സൗവർണിക, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ 2 CPM-കാരെ അകത്ത് കിടക്കുവാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രിയെ SIT ചോദ്യം ചെയ്തു. CPM-കാരനായ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു. ഇതെല്ലാം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ CPM-കാര് ചെയ്യുന്നത് ഈ പരാമർശിക്കപ്പെട്ട പലരുടെയും ചിത്രം, അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പലരുടെയും ചിത്രങ്ങൾ, കോൺഗ്രസ്സുകാരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, ഇത് പ്രചരിപ്പിക്കുന്നു. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? ഞാൻ മാത്രമല്ല ഇവനും ചെയ്തു എന്ന് പണ്ട് പറയില്ലേ പിള്ളേര്, അതുപോലെ ഞങ്ങൾ മാത്രമല്ല ഇവർക്കും അവരുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പല ആൾക്കാരും അതിന് മറുപടിയായിട്ട് തന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പവും മറ്റ് CPM-കാരോടൊപ്പം ഈ പറയുന്ന വ്യക്തികളെല്ലാം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ടും CPM-കാർ ഇത്രയും ബാലിശമായി, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു തന്ത്രി കുടുംബത്തിലെ ഒരു അംഗവും BSP നേതാവുമായ ഒരു വ്യക്തിയുടെയും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ചിത്രം അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPM-ന്റെ വക്താവായ K അനിൽകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഈ വ്യക്തിയെ അറിയുമോ? 2014 ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇദ്ദേഹം വരാനിടയായ സാഹചര്യം വെളിപ്പെടുത്താമോ? VD സതീശൻ ഈ വിഷയത്തിൽ മറുപടിയില്ല, ശരിക്കും അങ്ങാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ സജീവമാണ്. ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നു, VD സതീശന് മിണ്ടാട്ടമില്ലേ, രമേശ് ചെന്നിത്തലയ്ക്ക് മിണ്ടാട്ടമില്ലേ എന്ന് ചോദിക്കുന്ന ഇദ്ദേഹത്തിന് 2 CPM-മാർ അകത്ത് കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തെന്ന് പാർട്ടി സെക്രട്ടറിയോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കാനാവില്ലേ? അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് വേണ്ടി ഈ മറുപടി പറയേണ്ടത്. അല്ല ചേച്ചി, ഇപ്പൊ ഈ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ CPM-ന് എന്ത് പറഞ്ഞ് ന്യായീകരിക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ പറയുന്ന പോലെ പത്മകുമാറിനെതിരെ പാർട്ടി എന്തുകൊണ്ട് നടപടിയില്ല? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയാണ്, പാർട്ടി CPM-ന്റെ നടപടിക്രമങ്ങളെ പറ്റിയോ നടപടി എടുക്കാത്ത വിഷയങ്ങളെ പറ്റിയോ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല, ശരിയല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്താണ് ധാർമ്മികമായി മാത്രം സംസാരിക്കുന്ന ആളാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി, അതുകൊണ്ട് അത് പറയണ്ട. എന്നിട്ട് മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്, അടൂർ പ്രകാശിനൊപ്പമുള്ള, അവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന് വ്യക്തമാക്കട്ടെ. ആര് വ്യക്തമാക്കണം? അങ്ങനെയാണെങ്കിൽ പത്മകുമാറിനെ തള്ളിപ്പറയാതെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവർക്ക് എന്ത് ധാർമ്മികതയാണ്? ഇതിനെല്ലാം ഉത്തരം രമേശ് ചെന്നിത്തല പറയണമെന്ന് പറയുമ്പോൾ പലരും അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് രമേശ് ചെന്നിത്തല അല്ലല്ലോ ഇതിനൊക്കെ മറുപടി പറയാൻ. അല്ല, ഒരു കാര്യം ചേട്ടേച്ചി, ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്താ, സോണിയാഗാന്ധി. ഇപ്പൊ സോണിയാഗാന്ധി ചോദ്യം ചെയ്യുക അത്ര എളുപ്പമല്ല. അടൂർ പ്രകാശ് ഉണ്ടല്ലോ, SIT എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. പക്ഷെ അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലായതുകൊണ്ട് ഇവർക്ക് അത് കടന്നു കയറി ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. 2 ഉദ്യോഗസ്ഥർ SIT-യുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പോലും ആ സമ്മർദ്ദത്തിനൊന്നും വലിയ വിലയില്ല എന്നാണ് ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ വരെ മനസ്സിലാകുന്നത്. അല്ലേ ചേച്ചി, അതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. SIT ഒന്ന് സ്ലോ ആയപ്പോ ഹൈക്കോടതി കേസ് മന്ദഗതിയിലാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോഴാണ്, അല്ലാതെ ഒരിക്കലും SIT ആയിട്ട് ചെയ്തതല്ല. ഇപ്പൊ എനിക്ക് വലിയ വിശ്വാസമില്ല SIT തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയിക്കും എന്നുള്ള കാര്യം. 1 മാസത്തിന് മുന്നേ എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ 1 മാസങ്ങൾക്ക് നവംബറിൽ എടുത്ത മൊഴിക്ക് ഡിസംബറിൽ ചോദ്യം ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുപോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, SIT ശബരിമല വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ, അന്വേഷിക്കുന്ന രീതിയൊക്കെ തൃപ്തികരമാണെന്ന്. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിനോ കേരളത്തിലെ ഭക്തർക്കോ തൃപ്തികരമാണോ എന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നില്ല. ആർക്ക് തൃപ്തികരമാണ്? നിലവിൽ CPM-ന് മുഖ്യമന്ത്രിക്കും തൃപ്തികരമാണ്. അതാണോ ന്യായീകരണം? അപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. CPM-ന് തൃപ്തികരമാണോ? CPM-നെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാണ് CPM-ന് എന്നുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, SIT-യുടെ രീതി അല്ലെങ്കിൽ അന്വേഷണം നല്ല തൃപ്തികരമാണ്. ആർക്ക് തൃപ്തികരം? ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPM-നും തൃപ്തികരമാണ്. കേരളത്തിലെ ഭക്തജനങ്ങൾക്കോ വിശ്വാസികൾക്കോ തൃപ്തികരമല്ല. സ്വർണം കട്ടവർ ആരെന്ന് കണ്ടെത്തുക തന്നെ വേണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതല്ല, കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് A പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനത്തിനാണല്ലോ. A പത്മകുമാർ നേരത്തെ തന്നെ പറഞ്ഞു ദൈവതുല്യരായ പലരും ഉണ്ട് എന്ന്. അപ്പോൾ അതിന് കടകംപള്ളിയാണോ ആ ദൈവതുല്യർ? അതെ, അതിലപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ SIT-ക്ക് അതായത് നടപടികൾ ഉണ്ടാകുമ്പോൾ, അതായത് ഭരിക്കുന്നവർ തന്നെ പ്രതികളാവുന്ന, ഭരിക്കുന്നവരുടെ പാർട്ടിയിലുള്ളവർ പ്രതികളാവുമ്പോൾ ആ SIT അത്രയും ശ്രദ്ധയോടെ തന്നെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായ തെളിവുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അവർ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നുള്ളൂ എന്ന് വേണം നമ്മൾ കരുതാണ്ട്.
ഇപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ ഒന്നും തേച്ചു മായ്ച്ച് കളയാൻ കഴിയില്ല. ഏത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടെങ്കിലും, ഇനി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് അധികകാലം ഒന്നും മറച്ചു വെക്കാനോ ഒളിപ്പിക്കാനോ ഒന്നും തെറ്റായി വ്യാഖ്യാനിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അന്വേഷണം വേറൊരു രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശവും നിരീക്ഷണവും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അന്വേഷണം കുറച്ച് വൈകിയായാലും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലേ ചേച്ചി, അതിന്റെ അകത്തൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ പത്മകുമാർ പറഞ്ഞു ദൈവതുല്യൻ അല്ലെങ്കിൽ ദൈവതുല്യർ. ഈ ദൈവതുല്യൻ കടകംപള്ളിയാണെന്ന് ഇരിക്കട്ടെ, കടകംപള്ളിക്കെതിരെയാണല്ലോ ഇപ്പൊ മൊഴി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് തള്ളി പറയാലോ. ഇല്ല, അത് പാർട്ടി തള്ളി പറയില്ല. അത് ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. താത്വികമായ അവലോകനങ്ങൾക്കൊടുവിലായിരിക്കും പറയുന്നത്. അതിനിപ്പോ ഹൈക്കോടതി പത്മകുമാറിനെയും ദൈവതുല്യരെയും ഒക്കെ അറസ്റ്റ് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല CPM-ന്റെ അവലോകനം കഴിയും. അല്ല, ഇതിൽ നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് വന്ന വിധി ഇപ്പൊ എന്താണ്, അഡ്വക്കേറ്റ് ആന്റണി രാജു അദ്ദേഹം ഒരു ജട്ടി കേസിൽ പ്രതിയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ പാർട്ടിക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയ പാർട്ടിയാണ്. അപ്പോ അവർ ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായി പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. ഒരു കേസിൽ ശിക്ഷിക്കപ്പെടാവുന്ന ആളാണ് എന്ന് കൃത്യമായി തെളിവുകൾ ഉള്ളിടത്താണ് അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയത്. അപ്പോ ആ ഇടത്ത് ഇവർക്കെതിരെ ഒന്നും യാതൊരു നടപടിയും എടുക്കില്ല. ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടക്കുകയല്ലേ എന്ന് പറയുക തന്നെ ചെയ്യും. അതിന് ശിക്ഷ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല. അല്ലേ ചേച്ചി, ശബരിമലയിലെ ഒരു പാരഡി ഒരു ശബരിമലയുടെ ഒരു സോങ് എടുത്ത് പാരഡി ആക്കിയപ്പോ അത് വിവാദമായി, അതിനെതിരെ കേസ് എടുത്തതാണ്. ഇവരെല്ലാം വിശ്വാസികളായി. ഈ അയ്യപ്പനെ ആക്ഷേപിച്ചു. അതിൽ എവിടെയാണ് അയ്യപ്പനെ ആക്ഷേപിച്ചത്? അയ്യപ്പന്റെ സ്വർണം കട്ടവരായപ്പോ അതിന് സഖാക്കൾ ഉണ്ടപ്പാന്നല്ലേ പറഞ്ഞോളൂ. അല്ല, അത് വിശ്വാസി സമൂഹത്തെ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കേസെടുത്ത് ആഭ്യന്തര വകുപ്പിന് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണ്ട, അതുമായിട്ട് മുന്നോട്ട് പോകണ്ട, മാധ്യമങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ചാൽ പ്രശ്നമില്ല. ഇതൊക്കെ എന്താണ്? അതിലൊക്കെ മൗനമായി മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നു. അവർ മൗനമായി ഇരിക്കണം. ഇപ്പോ VD സതീശൻ പറഞ്ഞതുപോലെ അവർ മിണ്ടാതിരിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ഇനിയും തുടരട്ടെ. അങ്ങനെ നിന്നാൽ മാത്രമേ അത് കോൺഗ്രസിന് വളമായി മാറുകയുള്ളൂ. കാരണം ജനങ്ങൾക്ക് ഇതുകൊണ്ട് പൊറുതിമുട്ടണം. കാരണം ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ അഴിഞ്ഞാട്ടം തുടരുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെയും LDF സർക്കാരിന്റെ മൗന അനുവാദമുണ്ടെന്നും തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. CPIയുടെ കാര്യം പറഞ്ഞപ്പോ CPI ബിനോയ് വിശ്വം വ്യക്തമാക്കിയല്ലോ, താനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുപോകില്ല. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ബിനോയ് വിശ്വം അല്ല പിണറായി വിജയനെന്ന്. അപ്പൊ പിണറായി വിജയന്റെ നിലപാട് എന്താണെന്ന് പിണറായി വിജയൻ പറയണം. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി പറയുന്ന വർഗീയ തരം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്ന ഈ പരാമർശങ്ങളൊക്കെ താനും പറയാൻ ആഗ്രഹിച്ചതാണോ? തന്റെ വായായിട്ടാണോ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്? പിണറായി വിജയൻ പറഞ്ഞല്ല. ഈ വർഗീയതയിൽ മാത്രം ഊന്നി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ CPM-നുള്ളത് എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഈ മീൻ പിടിക്കുന്ന ഒരു ശീലമാണ് അവർക്കുള്ളത്. ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്താലും ഏറ്റവും അധികം ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പ്രചരണത്തിൽ ഉൾപ്പെടെ ഈ ജാതീയതയും വർഗീയതയും കുത്തി നിറയ്ക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഏറ്റവും അധികം അവരുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെയാണ് അവരുടെ കൊടിയിലും മാത്രം എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും അവരുടെ പ്രവർത്തിയിലെല്ലാം ഈ ജാതിയും മതവും തന്നെയാണ് നിഴലിച്ചു നിൽക്കുന്നത്. അവർ ഒരു സമയത്ത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടുന്നതിനായി ഹൈന്ദവ സമൂഹത്തെ തള്ളിപ്പറയുകയും അവർക്കെതിരായി നിലപാടുകൾ സ്വീകരിക്കുകയും ന്യൂനപക്ഷ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുത്തവരാണ് ഈ CPM-കാർ. അത് കഴിഞ്ഞ് BJP ഇവിടെ വളരാൻ തുടങ്ങിയപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ BJPക്ക് അനുകൂലമായി ഹൈന്ദവ സമൂഹം, ഭൂരിപക്ഷ സമൂഹം ചിന്തിക്കുന്നു. ഈ CPM-ൽ നിന്നുള്ള തന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പാളയത്തിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന തിരിച്ചറിവ് ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ BJP-ലേക്ക് ഒരു വിശ്വാസികൾ, അതായത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള തന്നെ വിശ്വാസികൾ BJP-ലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ന്യൂനപക്ഷം ചിന്തിച്ചു, നമ്മൾ കൂടെ നിൽക്കുന്നത് ഈ CPM-നൊപ്പമായാൽ അവിടെ അവരുടെ വോട്ട് പാഴായി പോകും, പകരം BJP കയറി വരും. അപ്പോൾ ഈ വോട്ടുകൾ UDF-നോടൊപ്പം നിന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇവർ CPM-ൽ നിന്ന് അകലാൻ തുടങ്ങി. അപ്പോൾ ഇവർ മനസ്സിലാക്കി ഇനി ഭൂരിപക്ഷത്തെ കൂടെ നിർത്തണം. അപ്പൊ ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തി. അങ്ങനെ പല പല പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭൂരിപക്ഷവും ഇല്ല ന്യൂനപക്ഷവും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുന്നവരാണ് ഈ CPM-കാരെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ പിന്നെ
അവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയത അവർക്ക് സന്തോഷമല്ലേ പകരുകയുള്ളൂ. അപ്പൊ അത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വർഗീയത പറയുന്നത് എന്ന് ഇനി ആരും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലൈവായി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ തന്നെ പറയട്ടെ, അത് കോൺഗ്രസിന് അനുകൂലമായി തന്നെ തീരും. ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി. ഇവർ പറയില്ല ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യം പുലരേണ്ടതാണ്. ജനാധിപത്യം പുലരണമെങ്കിൽ, മതേതരത്വം പുലരണമെങ്കിൽ ഇവിടെ കോൺഗ്രസ് തന്നെ വരണം എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഈ വെള്ളാപ്പള്ളി നടേശനും ഈ പിണറായി വിജയനും എല്ലാം സഹായകമാവും. അതെന്തായാലും കേരളത്തിൽ അടുത്തൊരു കോൺഗ്രസ് ഭരണം വരുന്നതിന് തന്നെ സഹായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.